രാജ്യത്ത് നിരവധി പ്രശ്നങ്ങളുണ്ട്. ആർത്തവകാലത്ത് വനിതാ എംപിമാരുടെ സ്ഥിതി ദുരന്തമാണ്. രാജ്യത്തെവിടെയും സ്ത്രീകൾക്ക് ഉപയോഗിക്കാവുന്ന ശൗചാലയമില്ല. പറയുന്നത് ഏതെങ്കിലും പ്രതിപക്ഷ പാർട്ടി നേതാവല്ല, സാക്ഷാൽ കങ്കണ റണൌത്ത്. കടുത്ത മോദി ഭക്ത, ബോളിവുഡിലെ സംഘപരിവാർ പോരാളി. ഹിമാചൽ പ്രദേശിലെ മാണ്ടിയിൽ നിന്ന് BJP ടിക്കറ്റിൽ പാർലമെന്റിലെത്തിയ സെലിബ്രിറ്റി. ഹോട്ടർഫ്ലൈ എന്ന ലൈഫ് സ്റ്റൈൽ എന്റർടൈൻമെന്റ് പോർട്ടലിന് നൽകിയ അഭിമുഖത്തിലാണ് കങ്കണ വനിതാ രാഷ്ട്രീയക്കാർ രാജ്യത്ത് നേരിടുന്ന ദുരിതങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത്. രാജ്യം മുഴുവൻ ശൗചാലയം എന്ന പദ്ധതിയുമായി അധികാരത്തിലേറിയ നരേന്ദ്രമോദിയുടെ ആശീർവാദത്തോടെ പാർലമെന്റിലെത്തിയ കങ്കണയാണ് ഇതെല്ലാം പറയുന്നതെന്നതാണ് കൗതുകമുണർത്തുന്നത്. രാജ്യത്തെ സ്ത്രീകൾ, പ്രത്യേകിച്ചും വനിതാ രാഷ്ട്രീയക്കാർ നേരിടുന്ന വിവേചനങ്ങളെക്കുറിച്ച് കങ്കണ ഉന്നയിക്കുന്ന പരാതികൾ എന്തൊക്കെയാണ്? രാഷ്ട്രീയ രംഗത്ത് ആദ്യമായി സജീവമാകുന്ന സെലിബ്രിറ്റി എന്ന നിലയിൽ ഈ ചെറിയ കാലത്തെ കങ്കണയുടെ അനുഭവം എന്താണ്? മോദി സർക്കാരും BJPയും നിരന്തരം ആഘോഷിക്കുന്ന സ്വച്ഛ് ഭാരത് പദ്ധതികളുടെ പരാജയമാണോ കങ്കണയുടെ തുറന്നു പറച്ചിൽ? വിശദമായി പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. രാഷ്ട്രീയക്കാരി എന്ന നിലയിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ അനുഭവിച്ച കാര്യങ്ങളാണെന്ന് പറഞ്ഞാണ് കങ്കണ സ്ത്രീകളുടെ ദുരിതങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്തുന്നത്. ആർത്തവകാലത്ത് ഉൾപ്പെടെ വനിതാ എംപിമാർ നേരിടുന്ന ശുചിത്വ പ്രശ്നങ്ങളും ശൗചാലയങ്ങളുടെ അപര്യാപ്തതയുമാണ് അവർ ഉയർത്തുന്നത്. ഇന്ത്യയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഷൂട്ടിംഗ് ലൊക്കേഷനുകളിലെല്ലാം വലിയ ആഡംബര സൗകര്യങ്ങൾ ഉണ്ടാകും. അവിടെ നടിമാർക്ക് കാരവനുകൾ ഉണ്ടാകും. അതിനകത്ത് വെച്ച് സാനിറ്ററി നാപ്കിനുകൾ മാറ്റാവുന്നതാണ്. വേണമെങ്കിൽ കുളിക്കാനുള്ള സൗകര്യവും ഉണ്ടാകും. എന്നാൽ രാഷ്ട്രീയത്തിലെ കാര്യം അതല്ല. അവിടെ ദിവസവും 12 മണിക്കൂറൊക്കെ ഞങ്ങൾക്ക് യാത്ര ചെയ്യേണ്ടി വരുന്നുണ്ട്. എന്നാൽ അതിനിടയിൽ സ്ത്രീകൾക്ക് പോകാവുന്ന ശുചിമുറികൾ ഒരിടത്തും കിട്ടില്ല. കങ്കണ ഇങ്ങനെയാണ് ആ വെളിപ്പെടുത്തൽ നടത്തിയത്. ഇത് തന്റെ മാത്രം പ്രശ്നമല്ല, എല്ലാ വനിതാ എംപിമാരും നേരിടുന്ന പ്രശ്നമാണെന്നും അവർ പറയുന്നുണ്ട്. അതേക്കുറിച്ച് എങ്ങനെ പറയുമെന്നറിയില്ല. ശരിക്കും ഒരു ദുരന്തം തന്നെയാണ്, വലിയ പ്രശ്നമാണ്. ഇത് കൈകാര്യം ചെയ്യാൻ ഏറെ ദുഷ്കരമാണെന്നുമൊക്കെ ചൂണ്ടിക്കാട്ടുന്നുണ്ട് കങ്കണ. ആർത്തവവുമായി ബന്ധപ്പെട്ട് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിലനിൽക്കുന്ന ആചാരങ്ങളെയും വിലക്കുകളെയും എല്ലാം കുറിച്ച് ബോളിവുഡ് താരം തുറന്നടിക്കുന്നുണ്ട്. പടിഞ്ഞാറൻ രാജ്യങ്ങളിലും യൂറോപ്പിലും മറ്റു വിദേശ രാജ്യങ്ങളിലുമെല്ലാം ആർത്തവകാലത്തെ സ്വാഭാവികമായ ശാരീരിക പ്രക്രിയയായാണ് കാണുന്നത്. വളരെ പ്രായോഗികമായാണ് അതിനെ അവർ കൈകാര്യം ചെയ്യുന്നതും. എന്നാൽ ഇന്ത്യൻ സംസ്കാരത്തിൽ ആർത്തവത്തെ അങ്ങനെയല്ല കാണുന്നത്. ആർത്തവത്തെ എന്തോ ദുരൂഹമായ, നിഗൂഢമായ കാര്യമായാണ് ഇവിടെ കാണുന്നത്, പ്രത്യേകിച്ചും ഗ്രാമീണ മേഖലകളിൽ. പലരും അതിനെ ആത്മീയവും ആധ്യാത്മികവുമായ വിശ്വാസവുമായി ബന്ധപ്പെടുത്തി കൈകാര്യം ചെയ്യാറുണ്ട്. ആർത്തവകാലത്ത് സ്ത്രീകളോട് പ്രത്യേകമായാകും ഇടപെടുക. ആർത്തവ സമയത്ത് സ്ത്രീകൾ അടുക്കളയിൽ പ്രവേശിക്കരുത്, ആരാധനാലയങ്ങളിൽ പോകരുത് എന്ന തരത്തിലുള്ള കാഴ്ചപ്പാടുകൾ പലയിടത്തും നിലനിൽക്കുന്നുണ്ട്. ഇത്തരം വിശ്വാസാചാരങ്ങളെയും കങ്കണ വ്യംഗ്യമായെങ്കിലും ചോദ്യം ചെയ്യുന്നുണ്ട്. ആർത്തവം ഒരു സ്വാഭാവിക പ്രക്രിയയാണ്. അത് അശുദ്ധമല്ലെന്നാണ് അവർ പറയുന്നത്. ഈ മനോഭാവത്തിൽ മാറ്റമുണ്ടാകേണ്ടതുണ്ടെന്നും കങ്കണ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ശൗചാലയം, സ്വച്ഛ് ഭാരത് അഭിയാൻ തുടങ്ങിയ പദ്ധതികൾ മോദി സർക്കാർ അഭിമാനപൂർവ്വം എടുത്തു പറയുമ്പോഴാണ് BJP MP തന്നെ തന്റെ നേരനുഭവങ്ങൾ ഇങ്ങനെ തുറന്നു പറയുന്നതെന്നത് ശ്രദ്ധേയമാണ്. പാർലമെന്റിൽ വനിതാ എംപിമാരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നുണ്ടെങ്കിലും അവർ നേരിടുന്ന പ്രശ്നങ്ങൾ പലപ്പോഴും ചർച്ച ചെയ്യപ്പെടാറില്ല. കങ്കണയുടെ ഈ വെളിപ്പെടുത്തലുകൾ വനിതാ എംപിമാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതിന്റെ ആവശ്യകതയിലേക്ക് കൂടിയാണ് വിരൽ ചൂണ്ടുന്നത്.